സംസ്ഥാനത്ത് മഴക്കെടുതികൾ രൂക്ഷമാവുകയാണ്. മഴ പല പ്രദേശങ്ങളിലും കൂടുതൽ ശക്തമാവുകയും ചെയ്യുന്നു. തെക്കൻ ജില്ലകളായ തിരുവനന്തപുരം, കൊല്ലം പ്രദേശത്ത് ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാർ ഡാം അല്പസമയം മുൻപ് തുറന്നുവിട്ടു. പമ്പ നദിയിൽ വെള്ളം കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിലേക്ക് പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും പമ്പാ നദിയുടെ തീരത്ത് താമസിക്കുന്നവർ, ആ പ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രതയോടെ ഇരിക്കണം. 2018 ആവർത്തിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ വിലയിരുത്തുന്നു, ശാസ്ത്രീയമായി വിലയിരുത്തുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും പ്രതിസന്ധി ഇവിടെ ഉണ്ടായത് എന്ന് ഓരോരുത്തരും ചോദിക്കുകയാണ്. വളരെ വേഗത്തിൽ വെള്ളം കടന്നു വരുന്നു. വീടുകളുടെ 1-ാം നിലകൾ മുങ്ങുന്നു. 2-ാം നിലയിലൊന്നും ആരും കയറിയിരിക്കരുത്, 2-ാം നിലയിൽ മുങ്ങിയേക്കാം. ടെറസും ഒന്നും അത്ര സുരക്ഷിതമല്ല എന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറയുകയും ചെയ്തിരുന്നു. ഇത് ഒരു ഗുരുതരമായ പ്രതിസന്ധി തന്നെയാണ്. ചിലപ്പോൾ ദിവസങ്ങൾ കൊണ്ട് ഇത് ഒഴിഞ്ഞു പോയേക്കാം. എന്നാലും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ഒരു കയ്യും കണക്കും ഉണ്ടാകില്ല. ആ രീതിയിലേക്ക് ഈ പ്രളയക്കെടുതി നമ്മുടെ നാടിനെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. വടക്കൻ കേരളത്തിലാണെങ്കിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതകൾ നിലകൊള്ളുന്നു. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിൻ്റെ ചില പ്രദേശങ്ങളിലും ഒക്കെ തന്നെ വെള്ളം കയറുന്നു, വെള്ളപ്പൊക്കമുണ്ടാകുന്നു. രണ്ടും അപകടം തന്നെ. കൂടുതൽ അപകടം ഉരുൾപൊട്ടലാണ്, എന്നാൽ പോലും വെള്ളപ്പൊക്കവും അപകടം തന്നെ. വിവിധ ഇടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ചില ദുരിതാശ്വാസ ക്യാമ്പുകൾക്കുള്ളിൽ വരെ വെള്ളം കയറിയതായുള്ള റിപ്പോർട്ടുണ്ട്. കോട്ടയം, പത്തനംതിട്ട ജില്ലകൾ കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കണം. ആ ജില്ലകളിലെ പ്രദേശവാസികൾ കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കണം എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ അധികൃതർ നൽകിയിരിക്കുന്നത്. ഈ വെള്ളം കയറുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നിരവധി സംശയങ്ങളും നിരവധി ഉത്തരങ്ങളുമൊക്കെ തന്നെ പലരും പറയുന്നുണ്ട്, വിദഗ്ധരടക്കം പറയുന്നുണ്ട്. ഓടകൾ, അതായത് വെള്ളമൊഴുകി പോകാനുള്ള സാധ്യതകൾ ഇല്ലാതായിരിക്കുന്നു. അതുപോലെ തന്നെ ഈ വയൽ പോലെയുള്ള ചതുപ്പ് നിലങ്ങളൊക്കെ തന്നെ മണ്ണിട്ട് നികത്തി പൊക്കിയിരിക്കുന്നു, റോഡുകൾ പൊക്കിയിരിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വീടുകളൊക്കെ തന്നെ ഒരു കുഴിയിൽ അവശേഷിക്കുന്നു. അങ്ങനെ വലിയ വെള്ളപ്പൊക്കമുണ്ടാകുന്നു. അതുപോലെ നദികൾ കരകവിഞ്ഞ് ഒഴുകുന്നു. മഴ വൃഷ്ടിപ്രദേശത്ത്, ഇടുക്കി ജില്ലയിൽ വൃഷ്ടിപ്രദേശത്തൊന്നും കാര്യമായ മഴ പെയ്യുന്നില്ല എങ്കിലും ഇത്തരം പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, മലമ്പ്രദേശങ്ങളിലൊക്കെ തന്നെ മഴ ശക്തമായി പെയ്യുന്നുണ്ട്. അതുപോലെ കോട്ടയം ജില്ലയിലെ പാലാ പ്രദേശത്ത്, അതൊക്കെ തന്നെ അല്പം ഉയർന്ന പ്രദേശങ്ങളാണ്, ആ പ്രദേശത്തൊക്കെ തന്നെ മഴ ധാരാളമായി പെയ്യുന്നുണ്ട്. ആ വെള്ളമൊക്കെ മീനച്ചിലാറ്റിലൂടെയും പമ്പയാറ്റിലൂടെയും മറ്റ് നദികളിലൂടെയും കൈവഴികളിലൂടെയും ഒക്കെ ഒഴുകി വരികയാണ്, യാതൊരു നിയന്ത്രണവുമില്ലാതെ. വരുന്ന വെള്ളത്തിന് പോകാൻ എങ്ങും സ്ഥലമില്ല. പിണറായി വിജയൻ നെതർലൻഡ്സിൽ പോയി പഠിച്ച റൂം ഫോർ റിവറൊന്നും ഇവിടെ പ്രായോഗികമല്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ റൂമിനുള്ളിലേക്ക് റിവർ കടന്നു വരുന്നു, മനുഷ്യൻ വസിക്കുന്ന റൂമിനുള്ളിലേക്ക് റിവർ കടന്നു വരുന്നു എന്നുള്ള പ്രതിഭാസമായി അത് മാറിയിരിക്കുന്നു. ഇതിനു മുൻപും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നെതർലൻഡ്സിൽ പോയി പഠിച്ചിട്ടൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല, അതൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ നിരവധി ജലസ്രോതസ്സുകൾ മൂടുകയും അതുപോലെ തന്നെ വയലുകൾ പൊക്കുകയും ഒക്കെ ചെയ്തു, മണ്ണിട്ട് പൊക്കുകയും ഒക്കെ ചെയ്തു, ഉയർത്തുകയും ഒക്കെ ചെയ്തു. അതൊക്കെ തന്നെ ഈ ജലത്തിൻ്റെ അളവ് കൂടാനും വന്ന ജലം എങ്ങും ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കാനുമുള്ള സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. തീർച്ചയായിട്ടും കേരളം മഴക്കെടുതിയിലാണ്, മഴക്കലി തുടരുകയാണ്. 5-ാം തീയതി വരെ ഈ മഴ ഇങ്ങനെ ശക്തമായി തുടരും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പകൽ ചില പ്രദേശങ്ങളിൽ അല്പം മഴ ശമിച്ചിട്ടുണ്ട്, പക്ഷേ രാത്രിയിൽ വീണ്ടും പെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ജനങ്ങളൊക്കെ തന്നെ കരുതിയിരിക്കുക, അധികാരികളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വേണ്ട രക്ഷാപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നടത്തുക. വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ശ്രദ്ധ ചെലുത്തുക. അവിടെ ആൾക്കാർക്ക് രോഗികളുണ്ടാവും, പ്രായമായവരുണ്ടാവും, കൊച്ചുകുട്ടികളുണ്ടാകും, ഗർഭിണികളുണ്ടാകും. അവരെയൊക്കെ തന്നെ സംരക്ഷിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പൊതുസമൂഹത്തിനുമുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഒരുപാട് പേർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. സാധാരണക്കാരായ ആളുകൾ രക്ഷാപ്രവർത്തനവുമായിട്ടൊക്കെ തന്നെ പല മേഖലകളിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരൊക്കെ തന്നെ പറയുന്ന രീതിയിൽ അനുസരിച്ച് ദുരഭിമാനമൊന്നും വിചാരിക്കാനില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എല്ലാവരും മാറുക. അവിടെ വേണ്ട സുരക്ഷയും സംരക്ഷണവുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. മഴക്കെടുതി തുടരുകയാണ്. യാതൊരു നിയന്ത്രണവുമില്ലാതെ മഴ പെയ്യുകയാണ്.